എളനാട് പോർക്കുളം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ക്ഷീരധ്വനി പരിപാടി സംഘടിപ്പിച്ചു. എളനാട് പോർക്കുളം കൺവെൻഷൻ സെന്ററിൽ വെച്ച് ക്ഷീരസംഗമത്തിന്റെ ഭാഗമായി ക്ഷീരധ്വനി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാസ്റ്റർ നിർവഹിച്ചു. ഞങ്ങളവിടേക്കൊക്കെ പറയുമ്പോൾ ആളുകൾ ആദ്യം കളിയാക്കി നമ്മുടെ പ്രദേശത്തേക്ക് വേണ്ട പ്രാദേശിക സാമ്പത്തിക വികസനത്തിന്റെ ഭാഗമായി നമുക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കണമെന്ന്. അപ്പൊ ചിലർ പറഞ്ഞു നമുക്ക് അത്തരം സാധനങ്ങളൊക്കെ ഉണ്ടാക്കണമെന്ന് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഞാനതാ പറഞ്ഞു, നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് അവർ ചോദിച്ചു, ഞങ്ങൾക്ക് പല്ല് തേക്കണമെങ്കിൽ കോൾഗേറ്റ് നമ്മുടെ പ്രദേശത്ത് മാത്രം, അല്ലെങ്കിൽ ക്ലോസപ്പ് നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കാൻ കഴിയുമോ? അപ്പൊ എല്ലാറ്റിലും ഒരു നെഗറ്റീവ് കാര്യങ്ങൾ കാണുന്ന ചില ആളുകളെങ്കിലും ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഈ കോൾഗേറ്റും ക്ലോസപ്പും മറ്റേ പല്ല് തേക്കുന്ന ഈ ക്രീമുകളൊക്കെ എത്തിയത് ഏത് കാലത്താണ്? സമീപകാലത്താണ്. മുമ്പ് നമ്മൾ എന്താ ചെയ്തിരുന്നത്? എന്തുകൊണ്ടാണ് പല്ല് തേച്ചിരുന്നത്? ഉമിക്കരി അല്ലേ? നമുക്ക് ഉമിക്കരി തേച്ചാൽ പോരെ, പക്ഷെ നമുക്ക് എന്തുകൊണ്ട് തേച്ചാലേ തൃപ്തിയാവുള്ളൂ? കോൾഗേറ്റോ ക്ലോസപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പെപ്സഡന്റോ ഏതെങ്കിലുമൊക്കെ മേടിച്ചാലേ ശരിയാവുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ഉമിക്കരി ഉണ്ടാക്കാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബശ്രീക്കാർ ഉണ്ടാക്കാൻ തുടങ്ങി, 4-5 പ്രാവശ്യം ഉണ്ടാക്കി നല്ലപോലെ ആളുകൾ മേടിക്കുകയും ചെയ്തു. അപ്പൊ ആ ചോദ്യത്തിന് നമുക്ക് മറുപടി ഉണ്ട്. നമ്മുടെ പഴയ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഉമിക്കരി കൊണ്ട് നമുക്ക് പല്ല് തേച്ചാൽ ഉള്ള ഗുണങ്ങളും ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. എന്താണ്? വൈസ് പ്രസിഡന്റ് ലത നാരായണൻകുട്ടി അധ്യക്ഷയായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള, പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹംസ കെ എ, കുമ്പളക്കോട് ക്ഷീരസംഘം പ്രസിഡന്റ് രവി പി, വടക്കേത്തറ ക്ഷീരസംഘം പ്രസിഡന്റ് ബാലകൃഷ്ണൻ എസ്, തിരുവില്ലാമല ആനപ്പാറ ക്ഷീരസംഘം പ്രസിഡന്റ് മുരളി കെ പി, എളനാട് ക്ഷീരസംഘം ഭരണസമിതി അംഗങ്ങളായ ടി രാംകുമാർ, കുഞ്ഞുണ്ണി കെ എ, വെള്ളാങ്ങല്ലു ക്ഷീരസംഘം പ്രസിഡന്റും സെമിനാർ സബ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ ടി എ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. CCV ന്യൂസ് കൊണ്ടാഴി.